ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് അടൽ സേതു പാലമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ ദിനം രേഖപ്പെടുത്തുമെന്നും നവി മുംബൈയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 17,840 കോടിയിലധികം രൂപ ചെലവിലാണ് ദക്ഷിണ മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 30,500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. നവി മുംബൈയിൽ നടന്ന പരിപാടിയിൽ 12,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായും ഭാരതം മാറിയതിനു പിന്നിൽ രാജ്യത്തിന്റെ യുവശക്തി വഹിച്ച പങ്ക് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27ാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമി വിവേകാനന്ദനെയും ശ്രീ അരബിന്ദോയെയും അനുസ്മരിച്ചാണ് 1 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ പ്രധാനമന്ത്രി ചടങ്ങിൽ അഭിസംബോധന ചെയ്തത്. രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളിലാണെന്നാണ് ഇരുവരും വിശ്വസിച്ചിരുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന് നവോന്മേഷം പകർന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആദരമർപ്പിച്ചു. ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ച മഹാനായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ യുവജന ദിനം സമുചിതമായി ആചരിച്ചു. മകരവിളക്കിനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ ശബരിമല സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളത്ത് നിന്നും പുറപ്പെടും. ഈ മാസം 15-നാണ് മകരവിളക്ക്. മകരജ്യോതി ദർശനത്തിന് 4 ലക്ഷത്തോളം പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നാളെ ശബരിമല സന്ദർശിക്കും. രാവിലെ 9ഓടെ നിലയ്ക്കലിലെത്തുന്ന അദ്ദേഹം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും. മകരവിളക്കും തൈപ്പൊങ്കലും കണക്കിലെടുത്ത് സംസ്ഥാനത്ത് തിങ്കളാഴ്ച 6 ജില്ലകൾക്ക് അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമ മേഖലകളിൽ ഇന്ന് പര്യടനം നടന്നു. കൊല്ലം നഗരത്തിൽ ലിങ്ക് റോഡിലായിരുന്നു ഇന്നത്തെ പര്യടനം. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഇന്ന് യാത്ര പര്യടനം നടത്തി. മലപ്പുറത്ത് നിലമ്പൂർ നഗരസഭയിലെ 2 കേന്ദ്രങ്ങളിലാണ് യാത്ര ഇന്നെത്തിയത്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം. രാത്രി 9:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ ലെബനോനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ വൈകിട്ട് 5 മണിക്ക് ഓസ്ട്രേലിയയുമായി നടക്കും. അടുത്ത മാസം 10 വരെ നടക്കുന്ന ഫുട്ബോൾ പോരാട്ടത്തിൽ 24 ടീമുകൾ മാറ്റുരയ്ക്കും. ശ്രുതിതരംഗം പദ്ധതി പാളിയെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി പദ്ധതി ഏറ്റെടുത്തതു മുതൽ ദ്രുതഗതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുമ്പോ 9-ന് ശേഷമോ നടത്തേണ്ടിവരും. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നത് സംബന്ധിച്ച ബോധവൽക്കരണത്തിനായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. നിർഭയ സെൽ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ശ്രീല മേനോൻ വിഷയത്തെക്കുറിച്ച് ക്ലാസെടുത്തു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ പേട്ടകെട്ടി. ഉച്ചയോടെ പേട്ട ശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നൈനാൻ മസ്ജിദിൽ ജമാഅത്ത് പ്രതിനിധികൾ സ്വീകരിച്ചു. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ എ തോയ്ബ അംഗവുമായ ഹാഫിസ് അബ്ദുൾ സലാം ഭൂട്ടാവി കഴിഞ്ഞ മെയ് മാസത്തിൽ മരിച്ചതായി UN രക്ഷാസമിതി സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ സർക്കാരിന്റെ കസ്റ്റഡിയിലായിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. 166-ലധികം പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിൽ 300-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ലോക തമിഴ് പ്രവാസി ദിനം ഇന്ന് ചെന്നൈയിൽ ആഘോഷിച്ചു. തമിഴരുടെ വികസനത്തിന് നൽകിയ സംഭാവനകളും വിവിധ മേഖലകളിലെ മികവും കണക്കിലെടുത്ത് 13 പേർക്ക് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.